എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരുന്ന VFA അതുപോലെ ബെവ്കോ LC 10th മെയിൻസ് എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഈ വീഡിയോയിൽ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ് ഈ ഭാഗത്തുനിന്നും PSC ചോദിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC 2021 മുതൽ 2026 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റും കൊടുക്കുക. സിലബസിൽ 5 ടോപ്പിക്സ് ആണ് പറയുന്നത്. അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്, പിന്നെ കൺസ്യൂമർ റൈറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ലോ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, പിന്നെ SC/ST ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ, ഇതിൽ നിന്നൊക്കെ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. വനിതാ കമ്മീഷനും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പോക്സോ ആക്ടും ഇമ്പോർട്ടന്റ് ആണ്, PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ ഫീസ് കൊടുക്കണ്ട. BPL വ്യക്തിയാണെങ്കിൽ ഫീസ് കൊടുക്കണ്ട. അതുപോലെ അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ, നമ്മളിപ്പോ ഒരു അപേക്ഷ നൽകിയിട്ട് 30 ദിവസത്തിനുള്ളിലും അവര് വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ഫീസ് ഇല്ല. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഫാക്ട്സ് പറയാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് പഠിച്ചു വെക്കണം. PSC ചോദിക്കുന്നതാണ്. 2005 ഒക്ടോബർ 12-നാണ്. പഠിച്ചു വെക്കണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12-നാണ്. അതുപോലെ ആസ്ഥാനവും പഠിച്ചു വെക്കണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ്, ഡൽഹിയിലാണ്. നേരത്തെ അത് ആഗസ്റ്റ് ക്രാന്തി ഭവനാണ്. ഇപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ്. അതുപോലെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാന്നും PSC ചോദിക്കാറുള്ളതാണ്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ചെയർമാനായിട്ട് വരുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ അതുപോലെ കമ്മീഷണർമാരെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പിന്നെ ആരൊക്കെയാണ്? ലോകസഭാ പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ ആരാണ്? പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. പഠിച്ചു വെക്കണം ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. പിന്നെ ലോകസഭാ പ്രതിപക്ഷ നേതാവുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. ഈ 3 പേരാണ് അംഗങ്ങൾ. പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്രത്തില് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പിന്നെ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ളയായിരുന്നു ആദ്യത്തെ കമ്മീഷണർ. പിന്നെ ചോദിക്കുന്നതാണ്, വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ്? റിപ്പീറ്റഡ് PYQ ആണ്. ദീപക് സന്ധു ആണ്. വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ്? ദീപക് സന്ധു ആണ്. റിപ്പീറ്റഡ് PYQ ആണ്. പഠിച്ചു വെക്കണം. നിലവിലെ ആരാന്നും അപ്ഡേറ്റ് ചെയ്ത് വെച്ച് പഠിക്കണം. PSC ചോദിക്കുന്നതാണ്. അതുപോലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും പഠിച്ചു വെക്കണം. നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് വർഷം സെയിം ആണ്, 2005 തന്നെയാണ്, ഡിസംബർ 19-നാണ്. കേന്ദ്രത്തിൽ വന്നത് ഒക്ടോബർ 12, കേരളത്തിൽ ഡിസംബർ 19-നാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനും 10ൽ കൂടാത്ത അംഗമാണ്, 1+10 തന്നെയാണ്. അതുപോലെ സംസ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. കേന്ദ്രത്തിൽ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്, സംസ്ഥാനത്ത് ഗവർണറാണ്. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ആരാന്ന് പഠിച്ചു വെക്കണം. പാലാട്ട് മോഹൻദാസ് ആണ്. നിലവിലെയും അപ്ഡേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുക എക്സാമിന് മുന്നേ ആയിട്ട്. അതുപോലെ PSC ചോദിക്കുന്നതാണ്, വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് ചോദിക്കാറുള്ളതാണ്. 30 ദിവസമാണ്. 30 ദിവസമാണ്. PSC ചോദിക്കുന്നതാണ്. 30 ദിവസമാണ്.
അതുപോലെ വിവരാവകാശ നിയമപ്രകാരം അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ ലഭിക്കുന്നതെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് 35 ദിവസമാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ പരാതി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് മറുപടി 30 ദിവസത്തിനുള്ളിൽ ലഭിക്കണം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസം. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവനെയോ അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്ക് മറുപടി നൽകേണ്ട കാലയളവ് 48 മണിക്കൂറാണ്. 48 മണിക്കൂറാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട്. പിന്നെ വിവരാവകാശ നിയമം 2019 ഭേദഗതി ചെയ്തു. ഇപ്പൊ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. 3 വർഷമാണ്. നേരത്തെ 5 വർഷമായിരുന്നു. 2019 ഭേദഗതിക്ക് ശേഷം 3 വർഷം ആക്കിയിട്ടുണ്ട്. 3 വർഷവും 65 വയസ്സുമാണ്. ഇതും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക, യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വില പേശാനുള്ള അവകാശമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ SCERT ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ട് പോയാൽ മതി. പോയിന്റ്സ് എല്ലാം ആ ചാപ്റ്ററിലുണ്ട്. ഏത് ചാപ്റ്റർ ആണെന്ന് പറയാം. 10ാം ക്ലാസ്സിലെ പുതിയ SCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ട് 1 4ാമത്തെ ചാപ്റ്റർ ആണ്. ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പഠിച്ചിട്ട് പോകണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിച്ചു വെക്കണം. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1986 ഡിസംബർ 24 ഈ മാസവും ഡേറ്റും പഠിച്ചു വെക്കണം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. അത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പഠിച്ചു വെക്കേണ്ടത് 1986 ഉപഭോക്തൃ നിയമത്തിന് പകരം ഇതും ചോദിച്ചിട്ടുള്ളതാണ്. 2020 ജൂലൈ 20 ഈ നിയമം നിലവിൽ വന്നതെന്നാണ് PSC ചോദിക്കാറുള്ളതാണ്. ഈ നിയമം ഉപഭോക്താവിനെ ശാക്തീകരിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. സുരക്ഷിതത്തിനുള്ള അവകാശം, അതായത് ജീവനും സ്വത്തിനും അപകടകരമായ സാധന സേവനങ്ങളുടെ വിപണനത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അവകാശം പഠിച്ചു വെക്കണം. സുരക്ഷിതത്തിനുള്ള അവകാശം, പിന്നെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, പിന്നെ അറിയാനുള്ള അവകാശം. ഇതൊക്കെ എന്താന്ന് ജസ്റ്റ് ഹെഡിങ് പഠിച്ചാൽ മതി. പിന്നെന്താണ്? പരിഹാരം തേടാനുള്ള അവകാശം, പിന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSC സ്റ്റേറ്റ്മെന്റിൽ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പഠിച്ചു വെക്കുക. 5 പോയിന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? സുരക്ഷിതത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, പിന്നെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈ ചാപ്റ്ററിന്റെ PDF ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം, വായിച്ചിട്ട് പോകുക, യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം അതിന് എന്താണ്? ആർട്ടിക്കിൾ ഒന്നുമില്ല. ആർട്ടിക്കിൾ ഉള്ളതാണ് ഭരണഘടനാ ബോഡി എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കമ്മീഷൻസ് ഒക്കെ പഠിക്കാൻ പുതിയ SCERT ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം കമ്മീഷൻസ് എല്ലാം അതിൽ വരുന്നുണ്ട്. വരുന്ന എക്സാമിന് പോകുന്നവര് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു ചാപ്റ്റർ ആണ്. പുതിയ SCERT 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ വരുന്ന ചാപ്റ്റർ ആണ്. പാർട്ട് 2 വരുന്നത്. 7ാമത്തെ ചാപ്റ്റർ ആണ്. ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി. ഇത് പഠിച്ചു വെക്കണം. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ പഠിച്ചു വെക്കേണ്ടതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാന്ന് പഠിച്ചു വെക്കണം. 1993 ഒക്ടോബർ 12 93 ഒക്ടോബർ 12 വിവരാവകാശ നിയമത്തിന്റെയും ഈ മാസം കറക്റ്റ് ആണ്, ഒക്ടോബർ 12 വർഷം അവിടെ 2005 മനുഷ്യാവകാശ കമ്മീഷന്റെ വർഷം വരുന്നത് 93 ഒക്ടോബർ 12 ആസ്ഥാനം പഠിക്കണം, ന്യൂഡൽഹിയാണ്. ഇതും പഠിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ
ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷന് ഉള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. പിന്നെ രാഷ്ട്രപതി, പ്രസിഡന്റ് ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. പ്രസിഡന്റ് ആണ്. ചോദിച്ചിട്ടുള്ളതാണ്. 3 വർഷം കാലാവധി പഠിക്കണം. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. വിവരാവകാശ കമ്മീഷൻ എത്ര ആയിരുന്നു? 3 വർഷം അല്ലെങ്കിൽ 65. മനുഷ്യാവകാശ കമ്മീഷന്റെ എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 70 വയസ്സാണ്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-നാണ്. ആസ്ഥാനം എവിടാണ്? ന്യൂഡൽഹിയിലാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. പിന്നെന്താണ്? സുപ്രീം കോടതി വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതും പഠിക്കണം. 1993 സെപ്റ്റംബർ 28-നാണ് മനുഷ്യാവകാശ നിയമം പ്രാബല്യത്തില് വരുന്നത്. അതിനുശേഷമാണ് കമ്മീഷനൊക്കെ വരുന്നത്. പിന്നെ പഠിച്ചു വെക്കേണ്ടത് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ്. പഠിച്ചു വെക്കാൻ ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളില് അന്വേഷണം നടത്തുക. പിന്നെന്താണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളില് കക്ഷി ചേരുക. പിന്നെ ജയില്, പുനരധിവാസ കേന്ദ്രങ്ങള് ഇതൊക്കെ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. പിന്നെ മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകള്, പ്രഖ്യാപനങ്ങള് ഇതൊക്കെ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. പിന്നെ നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതില് വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇത് പഠിച്ചു വെക്കണം, PSC ചോദിക്കുന്നതാണ്. പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നിലവിൽ വന്ന എന്നാണ്? 1998 ഡിസംബർ 11-നാണ്. ഡിസംബർ 11-നാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗമാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. കേന്ദ്രത്തിലാണെങ്കിൽ 6, സംസ്ഥാനം ആകുമ്പോൾ 3, പകുതിയുള്ളൂ. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിയുമാണ്. സംസ്ഥാനത്ത് വരുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജി ആയിരിക്കും അധ്യക്ഷനായിട്ട് വരുന്നത്. അവിടെ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? കേന്ദ്രത്തില് പ്രസിഡന്റ് ആണ്. സംസ്ഥാനത്ത് വരുമ്പോൾ അതാരാണ്? ഗവർണർക്കാണ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വനിതാ കമ്മീഷനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, നമുക്ക് ടോപ്പിക്കിലുള്ളതാണ്. ഇത് പഠിച്ചു വെക്കണം. സ്ഥാപിതമായത് 92 ജനുവരി 31-നാണ് വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി. ചെയർപേഴ്സൺ, 5 അംഗങ്ങള്, ഒരു മെമ്പർ സെക്രട്ടറി, ഇത്ര ഉൾപ്പെടുന്നതാണ് വനിതാ കമ്മീഷൻ. 92-ലാണ് നിലവിൽ വരുന്നത്. പിന്നെ നോട്ട് ചെയ്ത് വെക്കണം, അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇതെല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. 92 ജനുവരി 31-നാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. 1992 ജനുവരി 31-നാണ്. ചെയർപേഴ്സണും 5 അംഗങ്ങളും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. പിന്നെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. വനിതാ കമ്മീഷനിൽ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ 3 വർഷമാണ് കാലാവധി. അതുപോലെ അന്താരാഷ്ട്ര വനിതാ ദിനവും പഠിച്ചു വെക്കണം. മാർച്ച് 8-ആണ്. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടാണ്? ന്യൂഡൽഹിയാണ്. പിന്നെ സ്ത്രീധന നിരോധന നിയമത്തിന്റെ വർഷം പഠിക്കണം. 1961-ലാണ്. അതുപോലെ ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പീറ്റഡ് PYQ ആണ്. 1996 മാർച്ച് 14. മാർച്ച് 14-നാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനം എവിടാണ്? തിരുവനന്തപുരം. ദേശീയം എവിടായിരുന്നു? ന്യൂഡൽഹി. സംസ്ഥാനം വരുമ്പം തിരുവനന്തപുരമാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി ആയിരുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. കവയത്രി സുഗതകുമാരി ആയിരുന്നു. ഇതും പഠിക്കണം. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ, ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേരുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. പിന്നെ 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇത് പഠിച്ചു വെക്കുക, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതില് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എന്നാണ് നിലവിൽ വന്നത്? 93 മെയ് 17-ആണ്.
93 മെയ് 17-നാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ പിന്നെ 5 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇപ്പൊ പ്രസന്റ് ആയിട്ട് ആരാണ് അധ്യക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ട് പോവുക, PSC ചോദിക്കും. നിലവിൽ വന്നത് 93-ലാണ്. പിന്നെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും നോട്ട് ചെയ്ത് വെക്കണം. 2013-ലാണ് നിലവിൽ വന്നത്. ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. പിന്നെ ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇമ്പോർട്ടന്റ് ആണ്. 2013-ലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.